നമ്മുടെ സാധനങ്ങളുടെ ഇത് ഇത്രയാണ്. ഒന്ന് നമ്മുടെ പ്രഷർ വാഷർ, കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇവിടെയാണ് ഇൻലെറ്റ് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾ കിട്ടിയേക്കുന്നത് ഒരു കണ്ണിൻ്റെ എക്സ്ട്രാ ഫിറ്റ് നീളം കൂട്ടാണ്. പിന്നെ ഇത് രണ്ടെണ്ണം നമ്മുടെ ഈ സൈഡിൽ വെക്കുന്നത്, ഇങ്ങനെ ഈ സൈഡിൽ വെക്കുന്നത് ഗണ്ണൊക്കെ നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ലൈറ്റാണ്. ഇത് നമ്മുടെ പ്രഷർ വാഷറിൻ്റെ ഗണ്ണിലേക്കുള്ള ഓസ്. പിന്നെ ഇത് ഫിൽറ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ കിട്ടിയേക്കുന്നത്. ഇത് എവിടെ നിന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡയറക്റ്റ് ഇവിടെ ടൈറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഹോസ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഹോസ് ഫിറ്റ് ചെയ്യാൻ ഏതൊരു സാധനം ഈ ടൈപ്പ് ഹോസ് ഹോൾ ഇതാണ് വേണ്ടത്. ഇവിടെ ഹോസ് ഇത് തുറന്നിട്ട് അത് തുറക്കാൻ പറ്റും. കണ്ടോ? അത് തുറന്നിട്ട് ഹോസിനകത്തൂടെ എടുത്ത് ഇതിൽ കിട്ടി ടൈറ്റ് ചെയ്യുക. ഈ സാധനം എടുത്ത് ഇവിടെ പ്രഷ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. അത് ഓക്കെ. പിന്നെ പ്രഷർ വാഷറിൻ്റെ ഈ ഐറ്റം ഇവിടെ ഡയറക്റ്റ് കുത്തുക. ഇതെടുത്ത് ഇവിടെ സൂട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഗണ്ണ് ഇതുപോലെ തന്നെ നേരെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. 2 ഹോളാണ്. കാണിച്ചു തരാം. ഈ ഒരു ഹോള് ഇതിനകത്ത് കണ്ട ഒരു വെട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ? ആ ഒരു ഹോളിലേക്ക് അതിനെ അഡ്ജസ്റ്റബിൾ. ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രഷർ ഇത്രേ ഉള്ളൂ. ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഫിറ്റ് ചെയ്ത് ഇത് ഡയറക്റ്റ് സൂട്ടാകും. അതായത് ഇങ്ങനെ ഇത് എക്സ്ട്രാ ഫോം ഫില്ല് ചെയ്യുന്ന ഫോം അടിക്കുന്ന സാധനമൊന്നുമില്ല. അത് നമ്മൾ സാധാ ഇതുണ്ട്. ഇത് ഒരു വാഷറൊക്കെ ഉണ്ട്. കൃഷിയിൽ കുത്തുക, ടൈറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. രണ്ടാമത് ഈ ഒരു സാധനം അതിൻ്റെ മാനുവലിലൂടെ കിട്ടുന്നത്. ഇതിൻ്റെ ആ ഫിൽറ്ററിനകത്ത് പഴയ ഓസാണ്. അതിനകത്ത് പായൽ കയറി പോയ അടയും ഇതിനകത്ത്. അത് കുത്തിയെടുക്കുക അടയാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നല്ലൊരു നമ്മളെ ഗാർഡൻ ഓസ് എപ്പോഴും പുതിയതോ നല്ലതോ എടുക്കുന്നത് നല്ലതല്ല. പായൽ കയറി ഇത് ഡയറക്റ്റ് തന്നെ. ഓക്കെ. ഇത് രണ്ടും ഇപ്പം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. അപ്പോൾ പരിപാടി ഇത്രയായി. ഇനി നമുക്ക് ഓസ് കുത്തുക, പ്ലഗ് കുത്തുക. ഇത്രേ ഉള്ളൂ. അത് കാണിക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് കേബിൾ കൊടുത്തു. ഇതിൻ്റെ ഈ പവർ കേബിൾ ഏകദേശം ഒരു 3 മീറ്റർ മുകളിലുണ്ട്. നമ്മളത് കൊടുത്ത് ഓണാക്കി. ഇത് ഗണ്ണ് കൊടുത്തു. ഹോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം കുറച്ച് വെള്ളം കളയണം. കാരണം ഇത് പഴയ ഹോസായിരുന്നു. അതിനകത്ത് എപ്പോഴും പായലുണ്ട്. അപ്പോൾ അതൊന്ന് ഫിൽറ്ററെ പെട്ടെന്ന് അടയും. അത് കാരണം അതൊന്ന് ശരിയാക്കാം. ഇത് ഇങ്ങനെയാണ് കയറ്റുന്നത്. ഇത് കയറ്റുക, ഇത് ടൈറ്റ് ചെയ്യുക. പിന്നെ ഇതാ ഫിൽറ്റർ ഇവിടെ വെക്കുക. എന്നിട്ട് ഇതാണ് ഇത് നല്ലോണം ടൈറ്റ് ചെയ്യണം. ഏറ്റവും വലിയ ചടങ്ങെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പഴയ ഓസാണെങ്കിൽ ഓസിനകത്തെ പായൽ വന്ന് ഈ ഫിൽറ്ററിനകത്ത് ഇറങ്ങി നമ്മുടെ വലിമുട്ടും. എൻ്റെ ഫ്രണ്ട് ഇത് ആദ്യം മേടിച്ചാണ്. അപ്പോൾ അവൻ്റെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വണ്ടി കഴുകാൻ ഇതുണ്ട്, വഴി ഇങ്ങനെ കിടക്കുന്നത്. വഴിയൊക്കെ എപ്പോഴും പായലൊക്കെ കയറി കിടക്കും. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ കൂടി മേടിച്ച സംഭവം ഉണ്ട്. ഓക്കെ. ഇനി ഇത് ലൈൻ കൊടുത്ത് ചാർജ് ചെയ്ത് തരാം. അത് ഇതിനകത്ത് കുറച്ച് വെള്ളം കളയണം. പായൽ കാണും, പല ഇതല്ല. ഇതുണ്ട്. ഇതുപോലെ ഈ പായൽ ഓസിനകത്ത് വന്നു ഇതൊക്കെ പെട്ടെന്ന് അടയും. ഇതൊന്നും അല്ല, ഇത് മിഷൻ വലിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഇഷ്ടം പോലെ അങ്ങോട്ട് വരാൻ. സംഭവം എല്ലാം കുത്തി. നമുക്കിത് ഓണാക്കി ബാക്കി കാര്യങ്ങൾ നോക്കാം. ആപ്പ് ഫുൾ ഓണാക്കുക.
ഉണ്ട് ഇവിടെ. ഈ നോബ് ഗ്രേസ് കോണാണല്ലേ. ഓക്കെ, അതവിടെ പോയി. ചുളുകുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്. ആക്കി സ്വിച്ച് ഓണാക്കി സ്വിച്ച് ഓണാക്കി ആദ്യം കുറച്ച് നേരം മെഷീൻ ഒന്ന് ഓണാക്കി അത് ചാർജ് ആകും. ഇത് ചാർജ് ആകുമ്പോൾ തന്നെ ഈ പായൽ വന്ന് അടഞ്ഞുണ്ട്. അതാണ് കുറച്ചൊക്കെ വലിയ മുട്ടും. അതാണ് സംഭവം. അതാണ് ഏറ്റവും വലിയ. അത് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നിർത്തി കാണിക്കാം. ഈ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സാധനത്തെ തിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പവർ പായലടഞ്ഞതിൻ്റെയാണ് ഈ സ്പീഡ് കുറഞ്ഞത്. ഇവിടെ പായലടഞ്ഞു. അപ്പോൾ നമുക്ക് പായലടഞ്ഞാണ് സ്പീഡ് കുറച്ചുകൊണ്ടോ ഞാൻ പറഞ്ഞില്ല. ഈ സംഭവം ആണ് ഏറ്റവും വലിയ ടാസ്ക് ഇതിനകത്ത്. ചുമ്മാ വന്നങ്ങ് അടയുക. ഈ ഒരു സംഭവമാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒന്ന് ക്ലീൻ ചെയ്യാം. സംഭവം എടുക്കുക. ഇതാണ് ഫിൽറ്റർ. അതൊന്ന് ഊരി ചെയ്ത് അത് നമുക്കൊന്ന് ഇഴുന്നതുണ്ട്. ഇങ്ങനെ ജസ്റ്റ് കയറ്റി തള്ളിയിടാം. വീഡിയോ ഷേക്ക് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള ഒരു പോകണൊരു കാര്യങ്ങൾ കുറച്ച് ടാസ്ക്. അപ്പോൾ ഇത് ഓക്കെ. ജസ്റ്റ് ഒന്നുകൂടെ ഓക്കെ. ഓക്കെ, ഇത് ലോഡായി. ഇതിൻ്റെ പ്രസിഡൻ്റ് ആദ്യം നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടും ഒക്കെ കുറച്ചുകൂടെ വീതിക്ക് പോകും. പക്ഷെ അത്ര വണ്ടി കഴുകാനോ കുറച്ചുകൂടെ നല്ല അട്ടി കുഴപ്പമില്ലാതെ അടിപൊളി സാധനമാണ്. ഈ ഒരു പ്രഷറിൽ നമ്മൾ ഒരിക്കലും വണ്ടി കഴുകരുത്. കാരണം പെയിൻറ്റ് പോകും. നമ്മൾ കുറച്ച്
കുറച്ചുകൂടെ ഇങ്ങോട്ടാക്കി ഏറ്റവും മെയിൻ പ്രശ്നം ഇതിനകത്തൂടെ വരുന്നതാണ് ഒരു പായലടി അടുത്ത സെറ്റാണ് അതുള്ളൂ. അപ്പം കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല സാധനമാണ് ഇത്. പിന്നെ ഇത് പ്രൊട്ടക്ഷനാണ് ഇതിന്. ഈ ഒരു വയറിൽ ഒരു കേബിൾ ഇവിടെ ഒരു നമ്മുടെ ഗാർഡൻ ഹൗസ് മുറിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല കാരണം ഇത് ഒരഞ്ഞെറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. പായൽ കയറുകൊണ്ടാണ് സംഭവമൊക്കെ അടിപൊളി. പക്ഷേ ഏറ്റവും പിന്നെ പായൽ കയറും. പക്ഷേ പിന്നെ ബാക്കിയെല്ലാം കൊണ്ട് നല്ല സാധനം, സംഭവം അടിപൊളിയാണ്. ഏറ്റവും ഇതും ആ പായൽ, അത് ആ പഴയ ഓസും അറിയാൻ പറ്റി. അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റാണ്, കുഴപ്പമില്ല. മെയിൻ ഇഷ്യൂ ആ ഒരു പായൽ, അത് നമ്മുടെ ഓസിൻ്റെ. ബാക്കി മിഷൻ സൈഡല്ല ഓക്കെ. ബൈ ബൈ.